മരടിലെ ചരിഞ്ഞ ഫ്ളാറ്റിൽ 4 ദിവസം പഴക്കമുള്ള മൃതദേഹം. തലയ്ക്ക് പിന്നിൽ ആഴത്തിൽ പരിക്ക്. ആത്മഹത്യയോ അതോ കൊലപാതകമോ? മരടിലെ ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ നിന്ന് വീണ നിലയിലാണ് മധ്യവയസ്കന്റെ മൃതദേഹം. പുത്തൻകുരിശ് സ്വദേശി സുഭാഷിന്റെ മൃതദേഹമാണ് എന്നാണ് നിഗമനം. 51 വയസ്സാണ് സുഭാഷിന് പ്രായം. കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് സുഭാഷിന്റെ പേരിലുള്ള ID കാർഡ്, കിടക്കവിരി, ബാഗ് തുടങ്ങിയ വസ്തുക്കളെല്ലാം കണ്ടെടുത്തിട്ടുണ്ട്. മൃതദേഹത്തിന് 4 ദിവസത്തെ പഴക്കമുണ്ടെന്ന് കരുതുന്നു. തലയ്ക്ക് പിന്നിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുമുണ്ട്. കാലുകൾക്കും ഒടിവ്. കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണാണ് മരണം സംഭവിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മരടിലാണ് സുഭാഷിന്റെ സഹോദരിയെ വിവാഹം കഴിച്ചയച്ചത്. സഹോദരിയുടെ ഭർത്താവ് മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. 1 മാസം മുൻപ് ഇവരെ കാണാൻ സുഭാഷ് ചെന്നിരുന്നു. വർഷങ്ങളായി ഇടയ്ക്കിടെ വീട് വിട്ടിറങ്ങിപ്പോകുന്ന ആളാണ് സുഭാഷ് എന്നും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു എന്നും കേൾക്കുന്നുണ്ടെന്നുമാണ് മരട് നഗരസഭാ ചെയർപേഴ്സൺ അജിത നന്ദകുമാറും കൗൺസിലർ ജബ്ബാർ പാപ്പനും പറയുന്നത്. ആ പ്രതികരണം ഒന്ന് കേൾക്കാം. സുമേഷ് എന്ന് പറഞ്ഞ ആളാണ് സുഭാഷ്. അത് പുള്ളിയുടെ സിസ്റ്റർ ഇവിടെ കല്യാണം കഴിച്ചേക്കണം. എന്റെ പാട്ട് പ്രമോദ് എന്ന് പറയുന്ന ആളെ കിട്ടിയത് വന്നിവിടെ കണ്ട് ഐഡന്റിഫൈ ചെയ്ത് കൊലപാതകമല്ല. ഇവന് സാമ്പത്തിക പ്രതിസന്ധി ഒരുപാടുണ്ട്. ആ സാമ്പത്തിക പ്രതിസന്ധി അനുസരിച്ച് ഇവൻ ഇടയ്ക്കിടയ്ക്ക് വീട് വിട്ടുപോകും. ഇവിടെ ഇടയ്ക്ക് വരും, വീട്ടിൽ നിൽക്കില്ല. ഇവിടെയാണ് മുകളിലാണ് ഇപ്പോൾ താമസിച്ചിരുന്നതെന്ന് മനസ്സിലായി. പോലീസുകാർ മനസ്സിലാക്കി. അവിടെ ഇവന്റെ ബാഗ് അടക്കമുള്ള എല്ലാ ID കാർഡുകളും അവിടെയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വന്ന വഴിക്ക് വീണാണ് എന്താണെന്ന് കാലൊക്കെ മടങ്ങിയിട്ടുണ്ട്, ഒടിഞ്ഞിട്ടുണ്ട്. അതാണിപ്പോൾ പോലീസ് ഇപ്പോൾ ഫോറൻസിക് അവർ വന്നാലും ബാക്കിയുള്ള പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാലും ബാക്കിയുള്ളത് എന്താണെന്ന് അറിയാൻ പറ്റും. ഇയാളുടെ നടപ്പും സാമ്പത്തിക പ്രതിസന്ധി അനുസരിച്ച് കൊലപാതകമാകാൻ സാധ്യതയില്ല. വീട് വിട്ട് ഒരുപാട് നാളായി അയാൾ നടക്കണേ. മരടിലെ ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്ന കെട്ടിടത്തിന്റെ മുകളിലായിരുന്നു സുഭാഷ് താമസിച്ചിരുന്നതെന്നാണ് പോലീസിന്റെ നിഗമനം. കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് മദ്യക്കുപ്പിയും ഗ്ലാസും കിട്ടിയിരുന്നു. നിർമ്മാണ ചിലവ് മൂലം ചെറിയ ചരിവ് കണ്ടെത്തിയതിനെ തുടർന്ന് കെട്ടിടത്തിന്റെ നിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. വർഷങ്ങളായി ഇത് കാട് പിടിച്ചു കിടക്കുകയാണ്. കരിമകൾ സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ ID കാർഡ് അടക്കം മേളില് ഉണ്ട്. അദ്ദേഹം എന്താ പറ്റിയെന്ന് നമുക്കറിയില്ല. എന്നിരുന്നാലും വീണതാണോ, കാലെല്ലാം ഒടിഞ്ഞിട്ടുണ്ട്. അപ്പൊ പുള്ളിയുടെ അളിയനാണോ വന്നേക്കുന്നത്. ബന്ധുമിത്രാദികൾ എത്തിയിട്ടുണ്ട്. കുറച്ചുപേര് കരിമകളിൽ നിന്ന് പോന്നിട്ടുണ്ട്. അപ്പൊ കരിമകളിൽ നിന്ന് വന്നിട്ട് ബാക്കിയുള്ള ഇൻക്വസ്റ്റ് തയ്യാറാക്കി പോലീസ് അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് അവർ ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. വീട് വിട്ടിട്ട് ഇവിടെ തന്നെ താമസിക്കുകയാണോ? അതല്ല, പുള്ളി ഇങ്ങനെ ഇടയ്ക്ക് വീട്ടിൽ നിന്ന് വഴക്കിട്ട് പോയി അവിടെ ഇവിടെ എല്ലാം താമസിക്കുന്ന പ്രകൃതമാണെന്നാ പറയുന്നത്, അളിയൻ പറയുന്നത്. അങ്ങനെ പോകുന്നതായിരിക്കും എന്നാ പറയുന്നത്. പക്ഷെ പുള്ളിയുടെ ബാഗ് അടക്കം മേളിലുണ്ട്, ID കാർഡും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ വിഷമം ഉണ്ടായില്ല. എല്ലാ സാധനങ്ങളും കണ്ടതാരാണ് അത് എനിക്കറിയില്ല. ഇവിടെ മീൻ പിടിക്കുന്ന ആരോ ആണ് കണ്ടതെന്ന് പറഞ്ഞു. ഒരു 3-4 ദിവസത്തെ പഴക്കമുണ്ട്. നല്ല സ്മെല്ലും ഉണ്ട്. സാധ്യത ഒന്നും പറയുന്നില്ല. ഒരു പക്ഷെ വീണതായിരിക്കാന്നാ പറയണത്. അതൊന്നും അവര് പറഞ്ഞിട്ടില്ല. ബോഡിയുടെ അടുത്തേക്ക് പോയി അവരിപ്പോ ഇൻക്വസ്റ്റ് തയ്യാറാക്കുമ്പോഴാണല്ലോ മുഴുവൻ അറിയാം. അപ്പൊ അവര് കറക്റ്റായിട്ട് നിങ്ങളോട് പ്രതികരിക്കും. അതാണ്. എന്തായാലും കെട്ടിടത്തിന് തൊട്ടടുത്ത കായലിൽ കുട്ടവഞ്ചിയിൽ മീൻ പിടിക്കാൻ വന്നവരാണ് ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് പരിശോധിച്ചപ്പോൾ ഈ മൃതദേഹം കണ്ടത്. തുടർന്ന് പോലീസിനെ അറിയിക്കുകയായിരുന്നു. മൃതദേഹം എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.